അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവയെന്നും അമേരിക്ക പകരം ചുമത്തിയ തീരുവ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഒരല്പം സംശയമുണ്ടായേക്കാം. ലളിതമായെന്ന് വിശദീകരിക്കാം. അമേരിക്കയിൽ നിന്ന് ഒരു ഉൽപ്പന്നം, ഉദാഹരണത്തിന് ഒരു ഐഫോൺ ആണെന്ന് കരുതുക, 100 രൂപ വിലയുണ്ടെന്നും ഉദാഹരണത്തിന് വേണ്ടി കരുതുക. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 100 രൂപ വില, അതിന് പുറമെ 52% അധികമായി നൽകണം. അതായത് ചുരുക്കത്തിൽ 152 രൂപ നൽകണം. ഇതിന് പുറമെ GST ഉൾപ്പെടെയുള്ള ടാക്സുകളും വന്നേക്കാം. ലളിതമായി 100 രൂപ വിലയുള്ള ഒരു ഉൽപ്പന്നം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 152 രൂപ കൊടുത്തു വേണം വാങ്ങാൻ. അതിന് പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ നികുതി സംവിധാനമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതുപ്രകാരം ഇന്ത്യയിൽ നിന്ന് ഒരു ഉൽപ്പന്നം അമേരിക്കയിലേക്ക് എത്തുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ 100 രൂപ വിലയുള്ള ഒരു ഉൽപ്പന്നമാണ് തന്നെ കരുതുക, അമേരിക്കയിൽ എത്തുമ്പോൾ ഇനി കൊടുക്കേണ്ട നികുതി അല്ലെങ്കിൽ ഇനി കൊടുക്കേണ്ട തുക എന്നത് 26% ടാക്സ് കൂടെ അല്ലെങ്കിൽ തീരുവ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ 100ഉം 26ഉം 126 രൂപയായി ആ ഉൽപ്പന്നത്തിന്റെ വില മാറും. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതിക്ക് പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ നികുതിയാണ്. ചൈന അമേരിക്കയ്ക്ക് മേൽ 67% തീരുവ ഈടാക്കിയപ്പോൾ പകരമായി 34% തീരുവയായി അമേരിക്ക ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയെക്കാൾ ഒരുപക്ഷെ 26ഉം 34ഉം എന്ന് പറയുമ്പോൾ ഇന്ത്യയെക്കാളും കൂടുതലാണ് ചൈനയ്ക്കുള്ള തീരുവ എന്നതും സാങ്കേതികമായി ഇന്ത്യക്ക് പല ഘട്ടത്തിലും പല കാര്യങ്ങളിലും ഗുണം ചെയ്യാനും ഇടയുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ കാര്യത്തിൽ 39% നികുതി ചുമത്തുമ്പോൾ അത് 20%-ആയി തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ബംഗ്ലാദേശിന്റെ കാര്യത്തിലേക്ക് വരാം. ബംഗ്ലാദേശ് നിലവിൽ 74% നികുതിയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത്. അതിന് പകരമായി 37%-ആണ് തിരിച്ച് അമേരിക്ക തീരുവയായി ഇപ്പോൾ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ ഇന്ത്യക്ക് ഗുണമാകും. കാരണം ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ടെക്സ്റ്റൈൽ രംഗത്തെ എക്സ്പോർട്ടിൽ ബംഗ്ലാദേശ് ഒരു എതിരാളി തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ നികുതി 26% മാത്രം എന്നിരിക്കെ ബംഗ്ലാദേശിനത് 37%. കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റി അയക്കുന്ന ശ്രീലങ്കയുടെ കാര്യമെടുത്താൽ ശ്രീലങ്ക ചുമത്തുന്നത് 88%-എങ്കിൽ തിരിച്ച് അമേരിക്ക അത് 44%-ആക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണവുമായി താരതമ്യം ചെയ്താൽ 100 രൂപ വിലയുള്ള ഒരു കാപ്പി ഉൽപ്പന്നം ശ്രീലങ്കയിൽ നിന്ന് ഇനി അമേരിക്കയിലേക്ക് എത്തണമെങ്കിൽ അവിടെ 144 രൂപ കൊടുക്കേണ്ടി വരും. കയറ്റുമതിയിൽ ഇന്ത്യക്കൊപ്പം മത്സരിക്കുന്ന മറ്റു പല രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയേക്കാൾ വളരെ വലിയ തീരുവയാണ് അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. ഈ സാഹചര്യം ഇന്ത്യക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് കണ്ടറിയാം.